ഞാൻ പോലീസ് എൻകൗണ്ടറും ജുഡീഷ്യൽ സിസ്റ്റം തമ്മിലൊരു റിലേഷൻ പറഞ്ഞുതരാം. അത് ക്രിമിനൽസിനെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാണ്. ഒരു എൻകൗണ്ടർ ന്യൂസ് വരുമ്പോൾ കമൻസിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്രയും ആളുകൾ എക്സ്ട്രാ ജുഡീഷ്യൽ ആക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ ആ പോയിന്റ് ഉണ്ട്, അതെങ്ങനെയായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ എൻകൗണ്ടറിലല്ല അതിൻ്റെ ഉത്തരം. ആൻസർ അതിന് മുൻപേ ഉള്ള വർഷങ്ങളിലാണ്. ഒരു ക്രൈം നടക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, കേസ് കോർട്ടിൽ പോകുന്നു, പിന്നെ ഹിയറിംഗ് കഴിഞ്ഞ ഹിയറിംഗ്, അപ്പീൽ കഴിഞ്ഞ അപ്പീൽ, വർഷങ്ങൾ ഇങ്ങനെ പോകും. വിക്ടിൻ്റെ ഫാമിലി ജസ്റ്റിസ് കിട്ടാൻ വെയിറ്റ് ചെയ്യും, ജനങ്ങൾ അതിനെ മറക്കും ചെയ്യും. അപ്പോഴാണ് ഒരു ഡേഞ്ചറസ് സൈഡ് എഫക്റ്റ് തുടങ്ങുന്നത്. ക്രിമിനലിനെ കുറിച്ചുള്ള ദേഷ്യം കുറയണമില്ല, സിസ്റ്റമിൻ്റെ മുകളിലുള്ള ട്രസ്റ്റ് കുറയുകയും ചെയ്യും. പിന്നെ ഒരു പോലീസ് എൻകൗണ്ടർ സംഭവിക്കുമ്പോൾ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻകൗണ്ടറിനെ സ്നേഹിച്ചിട്ടല്ല, കോർട്ടിൽ നിന്ന് ഒരു ജസ്റ്റിസ് കിട്ടും എന്ന പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എൻകൗണ്ടർ അല്ല റിയൽ സ്റ്റോറി, അതൊരു സിംറ്റം മാത്രമാണ്. റിയൽ സ്റ്റോറി, ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് നെവർ ഡെലിവേർഡ്. ചില സമയത്ത് ജനങ്ങളുടെ ജസ്റ്റിസിലുള്ള വിശ്വാസം തന്നെ ഇത് ഡിലേ ചെയ്ത് ഇല്ലാതെ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കോറിലേഷൻ. ബൈ ഫോർ നൗ.